ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. 23-കാരുടെ പരാതി, അതായത് രണ്ടാമത്തെ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി നൽകിയ KPCCക്ക് പരാതി നൽകിയ 23-കാരിയുടെ ആ പരാതിയിൽ രാഹുലിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. പോലീസ് FIRന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി. ഫൈസൽ, എന്തൊക്കെയാണ് FIRൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ? കാളിദാസൻ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 23-കാരിയാണ് കഴിഞ്ഞ ദിവസം KPCCക്ക് പരാതി നൽകിയത്. KPCC അത് സംസ്ഥാന പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാന പ്രതിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാത്രമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ FIRൽ വിവരിക്കുന്നത് പ്രകാരം നോക്കുകയാണെങ്കിൽ 2023-ലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. വീട്ടിലേക്ക് പോകുന്നത് വഴി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്ക് അത് ക്ഷണിക്കുന്നു എന്നൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല അന്ന് കാറിലാണ് അദ്ദേഹം പോകുന്നത്. ഈ കാറിൽ ഓടിച്ചിരുന്നത് ഫെനി നയനാൻ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, രാഹുലിൻ്റെ സുഹൃത്താണ്. ഈ ഫെനി നയനാനാണ് ഈ കാർ ഓടിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ക്രൂരമായി പീഡിപ്പിക്കുകയും പിന്നീട് ശരീരമാസകലം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ FIRൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും FIRന്റെ പകർപ്പാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. FIRന്റെ പകർപ്പാണിത്. ഇതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ പെൺകുട്ടി KPCCക്കാണ് പരാതി നൽകിയത്. KPCC അത് നേരെ DGPക്കും ആ ഒരു പരാതി ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു FIRൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇതിൽ പ്രതിയായി ചേർത്തിരിക്കുന്നത്. ഫെനി നയനാനാണ് വണ്ടി ഓടിച്ചിരുന്നതെന്നൊക്കെ തന്നെയും FIRൽ പറയുന്നുണ്ട്. കാളിദാസൻ, ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.